ഹായ് ഗൈസ്, നമ്മൾ പറഞ്ഞല്ല ജസ്റ്റ് മറ്റേ ഖലീഫയുടെ റിവ്യൂ പറയാൻ വേണ്ടി വന്ന. അപ്പം ഞങ്ങൾ ഇന്നലെ സിനിമ പോയി കണ്ടായിരുന്നു. വൈകുന്നേരം രാത്രി പോയി കണ്ടായിരുന്നു. അപ്പം സിനിമയ്ക്ക് ആളൊക്കെ ഇച്ചിരി കുറവായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കയറിയിട്ടുള്ളതുകൊണ്ട് സിനിമയ്ക്ക് കുറവായിരുന്നു. പക്ഷെ സിനിമ ഒരിക്കലും ഒരു മോശം സിനിമയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഒരു അത്യാവശ്യം ഒരു ആവറേജ് തന്നെയായിട്ടാണ് തോന്നിയത്. ഒരു മിഡ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം സിനിമയുടെ ക്വാളിറ്റി പരമായിട്ട് സിനിമയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നി കഥയ്ക്ക് മുന്നിൽ അത്യാവശ്യം നല്ല വർക്ക് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ട്, കാരണം ആ കഥയ്ക്ക് ഇപ്പം നിലവിൽ ഇത്രയും പരിപാടി ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വേറൊന്നും ചെയ്യാനില്ല. പിന്നെ ഒരു സ്റ്റോറി സീക്വൻസും നന്നായിട്ട് ചെയ്തു. കാരണം ഫൈറ്റിന്റെ കൊറിയോഗ്രാഫി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തില് 2-3 ഫൈറ്റ് ഉണ്ട്. അപ്പൊ വീട്ടിലുള്ള ഫൈറ്റ് നല്ല അത് സൂപ്പർ ആയിട്ട് ചെയ്ത സെക്യൂരിറ്റി ഗാർഡിന്റെ ഒക്കെ ഭയങ്കര ഫൈറ്റ് സൂപ്പർ ആയിട്ടായിരുന്നു. 3 ഫൈറ്റ് ആയിട്ട് പാലത്തിലുള്ള ഫൈറ്റ് വന്നിട്ട് തുടക്കത്തിൽ തന്നെ ഒരു ഫൈറ്റ് ഉണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് എല്ലാം ഒത്തിരി ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ മാർക്കോ ഒക്കെ കണ്ടപ്പോഴും നമ്മളെ മാർക്കോയില് ജോൺ വിക്കിന്റെ റെഫറൻസ് കോണിപ്പടി കയറി ഒന്ന് പോകുന്നൊരു രംഗമൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ അതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ രംഗവും കാണാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയ്ക്കായി പോകാണ്ട് അതിനകത്തൊന്നും മൊത്തത്തിൽ നായകനെയും വില്ലന്മാരെയും ഒന്നും ഒരു കാണാൻ പറ്റാത്ത രീതിയിൽ പറ്റാണ്ട് വന്നില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ഖലീഫയിലാണെങ്കിലും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഫൈറ്റും എടുത്തെടുത്ത് കാണാൻ പറ്റി. കാരണം ഒന്നും ഒരു ഷെയ്ക്കായി പോവുക, ബ്ലെൻഡായി പോവുക, മെർജായി പോവുക ഒന്നും ചെയ്തില്ല. നമുക്കത് കറക്റ്റ് പ്രേക്ഷകന് കാണാൻ പറ്റി. അതൊരു നല്ല പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. പിന്നെ ഈ ഫൈറ്റിന്റെ അകത്ത് എനിക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നിയത് മറ്റേ ബോഡി ഗാർഡിന്റെ ഫൈറ്റ്. നോർമൽ മേയറുടെ കഥകളിൽ നോക്കുമ്പോൾ ബോഡി ഗാർഡിനെ ചുമ്മാ എല്ലാവരും വന്ന് ഇടിച്ചിടുകയാണ്. അപ്പൊ ഇതിന്റെ അകത്തെന്ന് വെച്ചാൽ അവരുടെ ഫൈറ്റും കൂടെ വന്നപ്പോ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നിയാണ്. അത് നല്ല ഫൈറ്റ്, അടിപൊളിയായിരുന്നു. പിന്നെ അഭിനയിച്ചതെല്ലാം നന്നായിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ ആള് തന്നെ പറയാം, പൃഥ്വിരാജ് നന്നായിട്ട് എഫോർട്ട് എടുത്തിട്ടുണ്ട്. മസ്കുലർ ബോഡി മാറിപ്പൊളി, ഭയങ്കര ബൾക്കിംഗ് ബോഡിയല്ല, ഒരു ലീൻ മസ്കുലർ ആ ഒരു ഇതിലെ ബോഡിയാ. 3-4 ഗെറ്റപ്പിൽ പുള്ളിയുണ്ട്. ചെറിയ പ്രായത്തിൽ കാണിക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത്. പിന്നെ അമ്മയായിട്ടുള്ളത് മോഹിനിയാണ്, പഞ്ചാബി ഹൗസിലെ മോഹിനിയാണ്. അപ്പൊ പുള്ളിക്കാരി നന്നായിട്ട്, കാരണം ഇവര് തമ്മിൽ സിങ്കായി പോകുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം മറ്റേ നമ്മുടെ ബ്രോഡാഡിയൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് മീനയൊക്കെ ആയിട്ടും ഒരു ഇതായി പോകുന്ന പോലെ. ഓക്കെ, കാരണം പുള്ളിയായിട്ടും അമ്മയായിട്ട് വരുന്ന ക്യാരക്ടറായിട്ടും, കാരണം എല്ലാവരും പ്രായമുള്ളവരാണ്. അപ്പം ഇത് മിക്സായി പോകുന്ന നമുക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് തന്നെ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ. പക്ഷെ അമ്മയായിട്ട് അഭിനയിക്കുന്ന കുറെ ഈ നമ്മളെ നന്നായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇടേണ്ട സാധനങ്ങളിലൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ ചില മരണ സീനുകളൊക്കെ വരുമ്പോൾ ആ ചിലരൊക്കെ സ്തംഭിച്ചിരിക്കില്ല, അതൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് ഇത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനായിട്ട് രഞ്ജി പണിക്കറാണ്. രഞ്ജി പണിക്കറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എപ്പോഴും പുള്ളി ഒരു ചെസ്റ്റൊക്കെ പിടിച്ച് മസിലൊക്കെ പിടിച്ചിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ പുള്ളി ആ രീതിയിൽ തന്നെ, പുള്ളി എങ്ങനെയായിരുന്നു ആ ക്യാരക്ടറിന്റെ ഒരു ആർക്കുണ്ട് അതുപോലെ തന്നെ പോയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ അവസാനത്തെ രംഗത്തിലൊക്കെ എത്തുമ്പം ഈ പറയുന്ന ഞാൻ ഓർത്ത് പുള്ളി പറയുന്ന നമ്മുടെ മുഹമ്മദ് അലി മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ മകനാണ്. പുള്ളിക്ക് ആകെയുള്ള ഒരു മകനാണ്. അപ്പൊ അതിനോർത്ത് അവസാനത്തെ രംഗത്തൊക്കെ ഈ പറയുന്ന പുള്ളി ലാഭാനുഷനായി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളി എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ. പക്ഷെ പുള്ളിയെ തുടക്കത്തിൽ തൊട്ട് എങ്ങനെയായിരുന്നു ക്യാരക്ടർ പോകുന്നത് അതേപോലെ പോയിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് തോന്നിയത്. അങ്ങനെയാണല്ലോ വേണ്ടത്. ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമ്മളെ ഇത്രയും നേരം പറഞ്ഞു തന്നിട്ട് അവസാനം അതുകൊണ്ട് നശിപ്പിക്കാണ്ട് അതെങ്ങനെയോ പോയി, അതങ്ങനെ തന്നെ അങ്ങ് പോയി. അവന്റെ അപ്പനെ പോലെ ഫോളോ ചെയ്യാനായിട്ട് മകൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ആ ക്യാരക്ടറിനെ എൻഡ് വരെ കൊണ്ടുപോയേക്കുന്നത്. പിന്നെ അവന്റെ നമ്മുടെ പൃഥ്വിരാജിന്റെ ആണെങ്കിലും ഡ്രസ്സിങ്ങിന്റെ എന്നതിലുപരി തുടക്കത്തിലുള്ള ഒരു ഷോട്ടുണ്ട്. തുടക്കത്തിലെ ഷോട്ട് എനിക്ക് നമ്മുടെ ഭീഷ്മപർവമായിട്ട് ഭയങ്കര റിലേറ്റ് ആയി. ഭീഷ്മപർവത്തിൽ ഒരു സീനുണ്ട്. ഭീഷ്മപർവത്തില് നമ്മുടെ മരിച്ചടക്കിന്റെ രംഗത്ത്, മരിച്ചടക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മൂട്ടിനെ കൊല്ലാനായിട്ട് മറ്റേ രാജൻമോഹൻ വരുന്ന ആ ഒരു രംഗത്ത് അവരെല്ലാരും കൂടെ വരുമ്പോ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടീനെ വെച്ചോണ്ട് ഒരു വൈഡ് ഷോട്ട്, അതേപോലെ തന്നെ ഒരു ഷോട്ട്, അതേപോലെ തന്നെ 1-2 ഷോട്ടുകൾ. കാരണം 1-2 രംഗത്ത് പറയുന്ന ആ ഒരൊറ്റ സീൻ ഇതാണ് ഞാൻ പറയുന്നത്. ആ ഒരു മൊത്തത്തിലോ സ്കെയിൽ എടുത്ത് കഴിയുമ്പം നമ്മുടെ പൃഥ്വിരാജ് നിൽക്കുന്നു, കൂട്ടുകാരനുണ്ട്, ബുള്ളറ്റുണ്ട്, അതുപോലെ സൈഡിൽ ഈ പറഞ്ഞ ബൊഗൻവില്ലയോ ബാൽസം എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ വേറൊരു പോവാം. അപ്പം അതിന്റെ കളറിലുള്ള ഷർട്ട് പുള്ളി ഇട്ടേക്കുന്നു, ഹാഫ് സ്ലീവ് ഷർട്ട്, പുള്ളിയുടെ നല്ല മസ്കുലർ ബോഡി. നായിക വരുന്നു, അതും ഏകദേശം ഇതിനോട് മാച്ചിങ് ആവുന്നൊരു കളർ. അപ്പൊ മൊത്തത്തിൽ ആ ഒരു ഫ്രെയിമിന് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ അത് ഭയങ്കര പിന്നെ അതിനനുസരിച്ചുള്ള നല്ലൊരു ഒഴുക്കുള്ള നമ്മുടെ ജോഡി ഒരു ബീജവും ഒരു ട്യൂണും എനിക്കൊന്ന് പിന്നെ ആ ഒരു ഇത് വന്നോണ്ടും
ഒരു റൊമാൻസിന്റെ ഫീലും അതൊരു നന്നായിട്ട് തോന്നി. അത് തന്നെയാണ് എനിക്ക് ഭീഷ്മപർവത്തിൽ ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട്, ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ രംഗം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവിടെ അത് 2-3 ഭാഗത്തുണ്ട്. അത് ഈ തുടക്കത്തിലെ ആമിർ അലിയാണ്, അമീർ അലി അല്ല ഒരിക്കലും, ആമിർ അലി. എല്ലാവരും യൂട്യൂബേഴ്സൊക്കെ അമീർ അലി എന്ന് പറഞ്ഞു. ആമിർ അലിയാണ്. പുള്ളീനെ അലി എന്നും വിളിക്കുന്നുണ്ട്. അത് ഓക്കെ, ആമിർ അലിയ. അപ്പൊ പുള്ളി വരുന്ന ആ തുടക്കത്തിലെ ആമിറിന്റെ രംഗങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇതുപോലെ ഈ പറയുന്ന ഇതിനനുസരിച്ചുള്ള ഒരു സെറ്റിംഗ് ആണ്. അത് അടിപൊളിയായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 2-3 ഭാഗത്തുണ്ട് അത്. അപ്പൊ പിന്നെ അതനുസരിച്ച് അതിന്റെ ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് 2-3 ലുക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഓരോ കാലഘട്ടത്തിലായിട്ടാണ് പുള്ളിനെ കാണിക്കണേ. അപ്പൊ തുടക്കത്തിലൊക്കെ എനിക്ക് കണ്ടപ്പം കുറച്ച് ഭാഗത്തൊക്കെ അൻവറിന്റെ ഒക്കെ ഒരു ഇതുപോലെ തോന്നി. പിന്നെ അതുമല്ല ഹീറോ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ലണ്ടനിലൊക്കെ പോയി കഴിയുമ്പം പുള്ളി ഒരു ആദം ജോണിലെയും പിന്നെ ആദം ജോണിലേക്ക് പോലെ പോണി രണത്തിന്റെ പോലെ തോന്നി. അങ്ങനെ ഒരു റെഫറൻസ് ഒക്കെ ഇട്ട് അതുമായിട്ടൊന്നും ഒരുതല്ല, ഒരു പുള്ളിയുടെ ലുക്ക് വൈസ് ഇങ്ങനെയൊക്കെ നല്ലതായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് പുള്ളി നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി മൊത്തത്തിൽ പുള്ളി സ്റ്റൈലായിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു കൊളായൊന്നുമില്ല, നല്ല രീതിക്ക് പുള്ളി ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കണം. അപ്പൊ അതിന്റെ ഒരു ബേസിസിലും കൂടെ ഈ ഫൈറ്റിന്റെ സംഭവങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. കാര്യത്തിൽ പുള്ളി അത്യാവശ്യം എഫോർട്ട് എടുത്തിട്ട് പുള്ളി പഠിച്ചിട്ടുണ്ട് തോന്നുന്നു അതിന് വേണ്ടിട്ട് തന്നെ. അപ്പൊ ഈ ബോക്സിന്റെ ബേസിസിലാണ് ഈ പൃഥ്വിരാജിന്റെ ബോക്സിംഗ് സ്റ്റൈലുകളെല്ലാം വരുന്നത്. അതെ, ഫൈറ്റ് എല്ലാം പുള്ളിയുടെ ഫൈറ്റ് അതിന്റേതായ ഒരു സീനും കാണിക്കുന്നുണ്ട് ഇതിന്റെ അത്. അതെ അതെ സീനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ കൂടെ ബോക്സിംഗ് പഠിക്കുന്ന ആളായിരുന്നു ഞാൻ എന്നുള്ള രീതിയിൽ പാട്ടിന്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ശരിയാ. പിന്നെ വരുവാണെങ്കിൽ ഷമ്മി തിലകൻ നന്നായിട്ട് തന്നെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ തിലകൻ നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് മാനറസൊക്കെ കണ്ടപ്പോ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ മറ്റേ ആ പുള്ളി ശരിക്കും ഒരു വില്ലന്റേതായ രീതിയിലാണ് നല്ലൊരു വില്ലനായിരുന്നു. ആ വില്ലൻ നല്ല അടിപൊളി വില്ലനായിരുന്നു. ഉള്ളമാനായിട്ട് വന്ന ആളായിട്ടും കൽക്കിയിലെ വില്ലനാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബിങ് ഒന്നും അത്ര കൊള്ളായിട്ടില്ല. കാരണം നോർത്ത് ഇന്ത്യൻസും മറ്റേ സൗത്ത് ഇന്ത്യൻ അല്ലാത്ത ഒത്തിരി എല്ലാം നന്നായിട്ട് ഡബിങ്ങും എല്ലാം ഓക്കെ ആയിട്ട് തന്നെ ഓക്കെ ഫീൽ ആയിരുന്നു. പിന്നെ ഒത്തിരി ഭയങ്കര എക്സാജറേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതില്. കാരണം ഇതിനകത്ത് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സീൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാലിന്റെ കൂട്ടുകാരായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ മമ്മക്കോയല്ല ഇന്ദ്രൻസും പിന്നെ പറഞ്ഞ ബാസ്റ്റിൻ എന്ന് പറയുന്ന ആള്, മറ്റേ സ്ഫടികത്തിലെ ബാസ്റ്റിൻ, പിന്നെ വേറെ ആള്. അപ്പൊ ഇവര് 3 പേരൊക്കെ പുള്ളിയുടെ കൂട്ടുകാരനായിട്ടാണ് വരുന്നത്. അപ്പം ഈ കൂട്ടുകാരൻ ആരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിച്ചില്ല. ഫൈറ്റ് ചെയ്യിക്കാത്തതിനല്ല ഞങ്ങൾ പറയുന്നത്, അത് നല്ല കാര്യമായി. ഇപ്പം ചില സിനിമകളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം അവർക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി പോലെയും അവരെ നമ്മുടെ കൂടെ കൂട്ടി പിള്ളേരെ കൂടെ കൂട്ടി ഇങ്ങനെ ഫൈറ്റ് അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും സിനിമ പോയില്ല. ഞാൻ ഓർത്ത് ഇങ്ങനെ കൂടെ വന്നിട്ട് ഇനി ഇവരങ്ങനെ ഫൈറ്റ് ചെയ്യുമോ, ഇവരങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ, ഇവരുടെ കയ്യിൽ നിന്ന് ഇവരെ ഒന്നും അങ്ങനെ ചെയ്യുന്നതായിട്ടും കാണിച്ചില്ല. അവരെങ്ങനെയോ ആയിരുന്നു. അത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരുടെ അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാണ്ട് വേറെ ഒന്നായിട്ടും തോന്നില്ല. പിന്നെ മറ്റേ ബാസ്കിൻ കഫേയെ കുറിച്ചൊന്നും കുറിച്ച് പറയുന്നു. കാരണം റിവ്യൂലെല്ലാം നമ്മൾ കണ്ടപ്പം ഇന്ദ്രൻസ് എപ്പോഴും കൊഫേ പോസനെ കുറിച്ച് പാസാക്കി അത് എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ആകെ 2 തവണയാണ് അതിനെ കുറിച്ച് 2 തവണ അതിനെ പുള്ളി പരാമർശിക്കുന്നതായിട്ട് കേട്ടുള്ളൂ. അല്ലാണ്ട് എപ്പോഴും പറയുന്ന പോലെ, കാരണം എപ്പോഴും പുള്ളിയുടെ രംഗവും കാണിക്കുന്നുമില്ല, പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റിവ്യൂലൊക്കെ നമ്മൾ നോക്കിയപ്പം ഈ പുള്ളി എപ്പോഴും കൊഫേ പോസ എന്ന് പറയാൻ വേണ്ടി വരുന്നു. അങ്ങനെയൊന്നും ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് മറ്റേ മോഹൻലാലിനെ കുറിച്ചാണ് മൊത്തം പറയുന്നത്. പുള്ളിയുടെ രംഗമാണ്. പുള്ളിനെ കുറിച്ച് പറയുമ്പം സൗണ്ട് ഒന്ന് കൂട്ടി ആ പുള്ളിയുടെ ഒരു ബാസ് എന്ന് പറയുമ്പം ഒരു ബേസ് കൂട്ടി പറയുന്നു എന്നല്ലാണ്ട് കൊഫേ പോസ എന്ന് പറഞ്ഞ ഇന്ദ്രൻസ് എപ്പോഴും പോകുന്നു പറയുന്നൊന്നുമില്ല. അതെനിക്ക് റിവ്യൂസിൽ കണ്ടപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ പറയുന്നതായിട്ട് തോന്നി. അങ്ങനെ പറയുന്നൊന്നുമില്ല. പിന്നെ ഇതൊരു നല്ലൊരു സ്റ്റൈലിഷ് സിനിമയാണ്. ഇതിപ്പോൾ OTT പോയാലും ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. കാരണം സ്റ്റോറി വൈസ് അല്ല ഇതിന്റെ ഞാൻ നോക്കിയത്. സ്റ്റോറി അത്രേ ഉള്ളൂ. സ്റ്റോറിയിൽ അത്രയും ഒരു മാക്സിമം വൈശാഖ് എഫോർട്ട് എടുത്ത് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റൈല് പടാം. ഇതിപ്പോൾ നമ്മളൊരു രണം കാണുന്നത്, ഇപ്പോൾ രണമായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. പക്ഷെ കമ്പയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണത്തിന് ഒരു സ്റ്റൈലുണ്ട്. അത് ഏത് കാലത്ത് കണ്ടാലും രണം എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് തന്നെ ഈ സിനിമയ്ക്കും ഉണ്ട്. സ്റ്റൈൽ മീൻസ് ഇതിന് ക്വാളിറ്റി ഉണ്ട്. അത് സോങ്ങിലായാലും, ഷെയ്ക്സ് വന്നിട്ട് നടത്തിയ സോങ്ങിലും BGMലായാലും പുള്ളിയുടെ അഭിനയത്തിലായാലും
ആ സ്റ്റോറിയിൽ എല്ലാം കൂടെ കൂടി കഴിഞ്ഞപ്പം ആ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അതിന് ഇത് ഇപ്പം അവസാനത്തെ എൻഡ് ഓഫ് ദ ഡേ ഇത് ഒരു ബിസിനസ് തന്നെയാണ്. ബിസിനസിന്റെ സെൻസ് നോക്കുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഇതിനൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫിലിം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി. നമ്മുടെ BK സ്റ്റോറി ഒക്കെ നല്ലതാണ്. എല്ലാം നമ്മൾ സിനിമ കണ്ടിട്ടില്ല. അപ്പം ഇപ്പം അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ട്. അതിന് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം BK എന്ന സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് മൊത്തം ഒരു നമുക്കറിയാലോ ടെംപ്ലേറ്റ് അല്ല, അതിലെ സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു ക്ലീൻ പടമാണത്. അതില് വേറെ ഫൈറ്റ് ഇല്ല, കാര്യങ്ങളില്ല. പക്ഷെ ഇതാ ഈ സിനിമേനെ ഇവരെ എടുത്തിരിക്കുന്ന എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇതൊരു എന്ന് വെച്ചാൽ ഒരു ഫൈറ്റ് ഉണ്ട് ഇതില്. ഗോൾഡ് ആണ് ഇതിന്റെ ഒരു കോറ് പടത്തിന്റെ. പിന്നെ സിനിമയുടെ റെഫറൻസുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അയണൊക്കെ ആയിട്ട് നമുക്ക് റെഫറൻസ് ഉണ്ട്. കാരണം അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അവരെടുത്ത് ഇവരെ ഈ ഗോൾഡിന്റെ പരിപാടികളെല്ലാം ചെയ്തു വെച്ചേക്കുക. അപ്പം ആരെടുത്താലും ഇതിപ്പോ പൃഥ്വിരാജ് അല്ല, ഇതിപ്പോ അടുത്ത് ഇനി ഒരാൾ ഗോൾഡ് എന്ന് പറയുന്ന സംഭവമായിട്ട് വരും. നമ്മളൊക്കെ ഈ പറഞ്ഞ ഇപ്പം വീണ്ടും നമ്മൾ ചിലപ്പോൾ പറയും ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ, ഇനിയിപ്പോ ഗോൾഡ് സംബന്ധമായിട്ടുള്ള സിനിമ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഇതിപ്പോ ഖലീഫയിൽ ഞങ്ങൾ കണ്ടാലോ എന്ന് പറയും. അപ്പം അതുപോലെ തന്നെയാണ് ഇത് എടുത്തു കഴിയുമ്പം അയാളിൽ ഇങ്ങനെയാണല്ലോ ചെയ്തത്. അങ്ങനെ കാരണം ഇതിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൂ. വൈൽഡായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അതിനെ വേറെ രീതിയിൽ ഒക്കെ ചെയ്യാം. ഇപ്പൊ ബാറ്ററിക്കകത്ത് വെക്കുന്നതും ടോയ്ലറ്റ് സെർച്ച് ചെയ്യാൻ പോകുന്നതും അതൊക്കെ നമ്മൾ കണ്ടു തന്നെ സംഭവങ്ങളാണ്. അത് വേറെ രീതിയിൽ ചെയ്യാന്നുള്ളതല്ലാണ്ട് അതിൽ വേറൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഇവര് ചെയ്തു. അപ്പം അതിലൊന്നും ഒത്തിരി ഇതായിട്ടൊന്നുമില്ല. എനിക്ക് കൂടുതലും പുള്ളിയുടെ തുടക്കത്തിലെ രംഗങ്ങൾ എന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ ഇനീഷ്യലായിട്ട് പുള്ളി നടത്തുന്ന കടത്തിന്റെ കാര്യങ്ങൾ അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം പിന്നെ പിന്നീടുള്ള ഭാഗത്ത് പുള്ളി കടത്ത് നിർത്തുന്ന ഒരു രംഗമൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ സിനിമ കൊണ്ട് തന്നെ മനസ്സിലാക്കിയോ. പിന്നെ ടുവേർഡ്സ് ദ എൻഡിലേക്ക് പോവാണെങ്കിൽ നമ്മുടെ ടൊവിനോ ഉണ്ട്. ടൊവിനോടെ ഇപ്പൊ നമുക്ക് പറയാൻ കുഴപ്പമില്ല, കാരണം പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ടൊവിനോടെ അവസാനം ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സീനിലാണ് കാണിക്കുന്നത്. പക്ഷെ അത് ടോവിനോടെ ആ ഒരു ഫൈറ്റ് സീക്വൻസും കൂടെ ഒരു മിനിറ്റിൽ ഫാസ്റ്റ് ആയിട്ട് കാണിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എനിക്കത് തോന്നി. കാരണം ഫൈറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ടോവിനോനെയും ജസ്റ്റ് ഒരു കാര്യം കാണിക്കുന്നുള്ളൂ, ഒരു ഗൺഷോട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ രണ്ട് ഗൺഷോട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് പകരം ഉള്ള സമയം വെച്ച്, കാരണം സിനിമ എൻഡ് ആവാൻ പോവുകയായിരുന്നു. അപ്പൊ എൻഡ് ആവുന്ന ആ ഒരു ഒന്ന് ഓടിച്ചു വേണമെങ്കിൽ ഒന്ന് കാണിക്കാൻ കൂടി ഒരു എങ്ങനെയായിരുന്നു പുള്ളിയുടെ ബ്ലഡ് ഷെഡാണ് സംഭവം. മിക്കവാറും ഒരു A സർട്ടിഫിക്കറ്റിലേക്ക് ഒന്നും പോകാതിരിക്കാൻ കാരണം ഇപ്പൊ ചെറിയ ബ്ലഡ് ഷെഡ് വന്നാൽ തന്നെ അപ്പൊ തന്നെ A സർട്ടിഫിക്കറ്റ് അടിച്ചു തരും. അപ്പം അതുകൊണ്ടായിരിക്കും നോർമൽ ഓഡിയൻസിനും എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലായിരിക്കും അവർ എക്സിക്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് മേ ബി അങ്ങനെ ആയിരിക്കും. പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. കാരണം പുള്ളിയുടെ ലുക്കും സ്വാഗും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടൻ അവസാനത്തെ രംഗത്തിലെ ലാലേട്ടന്റെ വരവെല്ലാം അടിപൊളിയായി. ലാലേട്ടന്റെ വരവിനേക്കാളും പുള്ളിയുടെ ലുക്കിനേക്കാളൊക്കെ എനിക്കും ഇവനൊക്കെ ഇഷ്ടപ്പെട്ടത് പുള്ളിയുടെ ഒരു ഫോട്ടോ മറ്റേ നമ്മുടെ പഴയൊരു ഫോട്ടോ കാണിക്കുന്നത് 20ാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞു. ആ സമയത്തൊക്കെ ഉള്ള പോലെ അത് ഭയങ്കര നല്ലൊരു ഷോട്ട് ആയിരുന്നു. ആ പുള്ളി വന്ന വരവിനേക്കാളും എനിക്ക് ഇച്ചിരി കൂടി ഇതായിട്ട് തോന്നിയ ആ കാണിച്ചപ്പോ ഇച്ചിരി കൂടി പഴയകാല മോഹൻലാലിന്റെ സിനിമകളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്നു. പുള്ളി ഒരു ലോഡായിരുന്നു. അങ്ങനെ ഒരു ഇത് കിട്ടി, ഒരു വൈബ് കിട്ടി അന്നേരം. പിന്നെ അവസാനത്തെ രംഗമൊക്കെ മണാലിയിൽ ഷൂട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു. മണാലി എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. പക്ഷെ അതൊക്കെ ആ രംഗം കാണിച്ചപ്പോൾ എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് ഒരു വീഡിയോ ഗെയിമിലൊക്കെ ഉള്ള പോലത്തെ ഒരു അതൊക്കെ എനിക്കൊന്ന് ഒരു അവിടുത്തെ ബ്രേക്ക് ഡൗൺ ഒക്കെ ഇനി ഇറങ്ങുന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാം. കാരണം എനിക്ക് തോന്നുന്നത് അത് ഒറിജിനൽ ആയിട്ട് അങ്ങനെ തോന്നില്ല. മഞ്ഞ് വീഴ്ച അങ്ങനത്തെ ഒരു രംഗത്താണ് മോഹൻലാൽ വരുന്നത് കാണിക്കുന്നത്. അപ്പം ആ രംഗം ഒരു അത്ര ഒരു ഒറിജിനലായിട്ട് എനിക്ക് തോന്നിയില്ല. സെറ്റ് അതിലൊരു ഇതുപോലെ തോന്നി. എനിക്കൊന്ന് അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും പെർമിഷൻ കിട്ടാതെ വന്നതുകൊണ്ട് എങ്ങനെയാന്ന് ഇനിയിപ്പം വരുന്ന ദിവസങ്ങളൊക്കെ അവരത് പുറത്തോട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം. പിന്നെ പാർട്ട് ടു ശരിക്കും പറഞ്ഞാൽ അവര് ഈ മോഹൻലാലിന്റെ കഥയാണ് എടുക്കുന്നതെങ്കിൽ ഒരു വെബ് സീരീസ് രൂപത്തിൽ അവരെടുക്കുവാണെങ്കിൽ നമുക്ക് മോഹൻലാലിന്റെ പഴയകാലത്തെ മോഹൻലാലിന്റെ അഡ്വഞ്ചർ പഴയകാലത്ത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഈ വെബ് സീരീസ് ഒക്കെ എടുക്കുന്ന അഡ്വഞ്ചർ എന്ന് വെച്ചാൽ കുറെ സീനുകൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോ മോഹൻലാലിന്റെ ആ പഴയകാലത്തിന്റെ ഇതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന കുറെ മലയാളീസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പഴയ ലുക്കിലൊക്കെ വന്നു കാണുമ്പോൾ ഒരു വെബ് സീരീസ് രൂപത്തിൽ ആ സെക്കൻഡ് പാർട്ട് വരുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പൊ ഇപ്പൊ എപ്പിസോഡ് 1 ഇപ്പൊ 6 എപ്പിസോഡെന്ന് വിചാരിക്കുക അവർ ഇറക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡും ലാസ്റ്റ് എപ്പിസോഡും തിയേറ്ററിൽ ഇറക്കുക. അപ്പം അത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിരിക്കും. അപ്പം അങ്ങനെ ഇറക്കുവാണെങ്കിലും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ സിനിമ ആയിട്ട് ഇറക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാരും വന്ന് കാണും. എനിക്കിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ പാർട്ട് 2 ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
കാരണം ഇനിയിപ്പോ ഇവർ ചെയ്യാൻ പോകുന്ന ഈ സ്റ്റോറി ഇവിടെ തീർന്നു. അല്ല, ഇതിന്മേൽ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഇനി പുതിയ സ്റ്റോറികൾ വരണം. അപ്പൊ ആ സ്റ്റോറി കൺവിൻസിംഗ് ആയില്ലെങ്കിൽ ഇവരെന്തായാലും സിനിമയായിട്ട് മുന്നോട്ട് പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പൊ പ്രേമലു ഒക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്തത് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കാണണം. വെറുതെ എന്തിനാണ് നമ്മളൊരു, കാരണം ഞാൻ പറഞ്ഞ പുതിയ പുതിയ കഥകൾ വരട്ടെ, പുതിയ പുതിയ സിനിമകൾ വരട്ടെ. വൈശാഖൊക്കെയാണ് ഇപ്പൊ പുതിയ ട്രാക്കിലേക്ക് കയറി സ്റ്റൈലിഷ് പടങ്ങൾ എടുക്കുന്നത്. പുള്ളി ആ പുതിയ കഥ ഈ രണം പോലത്തെ പടങ്ങളൊക്കെ ഇറക്കി വിടുക, ഡയറക്ട് ചെയ്തത്. അങ്ങനത്തെ പടങ്ങളും പുതിയ എഴുത്തുകാരെയൊക്കെ വെച്ച് സെറ്റിൽ ചെയ്ത് അങ്ങനെ പോട്ടെ. ഈ എടുത്ത സ്റ്റോറി അവിടെ തീർത്തു. നല്ലൊരു ഓണത്തിന്റെ സമയത്ത് ഫെസ്റ്റിവൽ ടൈമിലായിരുന്നു. നല്ലൊരു ക്വാളിറ്റി പടം കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടമായി, കണ്ടവർക്ക് ഇഷ്ടമായി, കുറച്ചു പേർക്ക് ഇഷ്ടമായില്ല, കുറെ പേർക്ക് ഇഷ്ടമായി, കുറെ പേർക്ക് ഇഷ്ടമായില്ല. ഒരു മിക്സർ റിവ്യൂ ആണ് സിനിമയല്ല, അപ്പൊ റിവ്യൂ വരും. അപ്പം അങ്ങനെ തീർന്നു. ഇനി അടുത്തൊരു സിനിമ എടുക്കട്ടെ. ഇത് ഒരിക്കലും ഖലീഫ 2-നെ അവർ എതിരായിട്ട് പറയുന്നതല്ല. അതിനൊരു നല്ലൊരു ഇതില്ലെങ്കിൽ, ഒരു കോറർ സംഭവം ഇല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുക. അതുണ്ടെങ്കിൽ എടുക്കുക. ഉണ്ടെങ്കിൽ എടുക്കുക തന്നെ. ഞങ്ങളുടെയൊക്കെ മനസ്സിലും അങ്ങനെയാ ഖലീഫ 2 എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ. പുള്ളിയുടെ ഇപ്പൊ മോഹൻലാലിന്റെ ആണ് കഥയാണെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, പുള്ളിയുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാം. അതിൽ അവസാനത്തേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് ഇതിന്റെയൊക്കെ വരുമ്പോഴത്തേക്കും, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള സീനിലൊക്കെ വരുമ്പോൾ, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഇനീഷ്യൽ സ്റ്റേജിലുള്ള, ഇപ്പൊ ഖലീഫയിലെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള പൃഥ്വിരാജ് ഉണ്ടല്ലോ, അയാളെ കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉള്ള രീതിയിലേക്ക് ഒന്ന് ഫ്രണ്ടിലേക്ക് പോകാണ്ട് പുറത്തെ ആദ്യത്തെ തൊട്ടുള്ള മോഹൻലാലിന്റെ ഒരു ആർക്കും ഡെവലപ്മെന്റ് ഒക്കെ കാണിച്ച്, മകന്റെയും ഒക്കെ കാണിച്ച്, പുള്ളിയുടെ ചെറിയ പ്രായത്തിലുള്ള മകനല്ല, ചെറിയ ഇതിനുള്ള ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള രീതിയിൽ കഥ ഡെവലപ്പ് ചെയ്യുക. കുറച്ചും കൂടി ഒരു ഇത് കിട്ടുന്നത്. ഇപ്പൊ ഇവര് നമ്മുടെ എംപുരാനൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രണവിന്റെ ഒരു ക്യാരക്ടർ കാണിച്ചുകൊണ്ടായിരുന്നു. ചെറിയ ഭാഗത്തെ ഇത് കാണിച്ചുകൊണ്ടായിരുന്നു അവസാനിപ്പിച്ച്. പുള്ളി പഴയ സ്റ്റീഫൻ നെടുമ്പള്ളി ആരായിരുന്നു എന്നുള്ള. അപ്പൊ അത് കാണാൻ നമുക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയായിരുന്നു വന്നത്. കാരണം ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര ഒരു പിടുത്തമായില്ല നമുക്ക്. പിടുത്തമായിരുന്നു വെച്ചാൽ നമുക്കൊരു അതിലൊരു ഇന്റർനാഷണലി സിനിമേനെയൊക്കെ കൊണ്ടുപോയി കഴിയുമ്പം, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ഡോൺ ആയിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനൊന്നും നമുക്കൊരു എനിക്ക് അതൊരു ഇതാവുന്നില്ല, ദഹിക്കുന്നില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. ഇപ്പൊ ലൂസിഫറിൽ നമ്മുടെ എംപുരാനിലൊക്കെ ആണെങ്കിലും പുള്ളി ഭയങ്കര ഇന്റർനാഷണൽ ആണ്, സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷെ അതൊരു പിടുത്താവുന്നില്ല. പക്ഷെ അതല്ല, നമ്മൾ പുള്ളി കേരളത്തിൽ മുണ്ടും മടക്കി കുത്തി വന്നു കഴിയുമ്പോൾ വേറൊരു ഫീൽ. കുത്താവുന്നൊന്നുമല്ല. ഇപ്പൊ കേരളത്തിൽ നിന്ന് കണ്ട് പുള്ളി എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമുക്കത് അറിയാനും അത് കേൾക്കാനൊക്കെ നമുക്കൊരു താല്പര്യം. ഈ മോഹൻലാലിന്റെ ചെറുപ്പം വരുമ്പോ നമ്മൾ ആ ഫോട്ടോയെ കണ്ട ആ ഒരു ലുക്കിൽ നമ്മളെ കാണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഭയങ്കര കയ്യടിയായിരിക്കും. അതെ, അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി നിങ്ങളുടെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു റീല് വരെയാണ് ഇന്നലെ രാത്രി ഞാൻ കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പുള്ളി ആ ലുക്കിൽ നടന്നു വരുന്ന ഒരു ക്രിയേറ്ററാ. അപ്പൊ അത് കാണുമ്പോഴും നമുക്ക് ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെ സിനിമ വന്നാല് നല്ല രീതിയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും സ്റ്റോറി നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം സ്റ്റോറിയാണ് മെയിൻ സംഭവം. ഇപ്പൊ മ്യൂസിക്കും എല്ലാം കൂടെ ചേരുമ്പോൾ ഓക്കെയാണ്. പക്ഷെ എന്നാലും ആ സ്റ്റോറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ബോധർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം സ്റ്റോറി ഉണ്ടെങ്കിൽ എന്തായാലും സ്റ്റോറിയാണ് ശരിക്കും വേണ്ടത്. അപ്പം നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഫെസ്റ്റിവലിന് തന്നെ ഇറക്കാം. അപ്പം ഞങ്ങൾ എന്തായാലും വന്ന് കാണും. അപ്പൊ അത്തരം സ്റ്റോറികൾ സെറ്റപ്പ് ചെയ്തതിന് മാത്രം എടുക്കാൻ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇത് ഷെൽവ് ചെയ്യുക. കാരണം പുള്ളി തന്നെ ജസ്റ്റ് ഇത് അറിഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നി. അന്നേരം പുള്ളി വന്ന് പറഞ്ഞ മോഹൻലാൽ ജസ്റ്റ് കടന്നു പോയ സമയത്ത് വന്ന് അന്നേരം ജസ്റ്റ് സിനിമ ഇറങ്ങിയ ദിവസം വൈകുന്നേരമോ പിറ്റേ ദിവസം അങ്ങോട്ട് നടക്കുന്നത്. സാധാരണ ഈ സിനിമയൊന്നും ഓടി ആദ്യത്തെ ആളെ റിവീൽ ചെയ്യുന്നവര്, ഇനിയിപ്പോ ലാലേട്ടൻ കൂടെ എന്തോ റിവീൽ ചെയ്യാനുള്ളത്, മിക്കവാറും ഇന്ന് റിവീൽ ചെയ്ത്, ഇനിയിപ്പോ റിവീൽ ചെയ്തോന്നും എനിക്കറിയില്ല. ഞങ്ങൾ ഓൺലൈൻ ഇൻസ്റ്റയിൽ നോക്കിയിട്ടില്ല. അപ്പം എല്ലാം പടപടപടേ നടക്കുന്നുണ്ട്. കാരണം സിനിമയ്ക്ക് ഒരു ഡൗൺ സംഭവിച്ചായിരുന്നു. ആ ഡൗൺ ഇപ്പൊ നിലവിൽ ആ ഡൗൺ ഉണ്ട്. BKU വന്നത് തന്നെയല്ല. കാരണം ഇപ്പൊ BKU കണ്ടവർക്ക് വേണമെങ്കിൽ ഇത് കാണാം, BKU കാണുന്നതിന് മുമ്പ് വേണമെങ്കിൽ കാണാം, ഇത് രണ്ടും കാണാം. അപ്പൊ ഞങ്ങളിപ്പം രണ്ടും കാണുന്നുണ്ടല്ലോ, അങ്ങനെ കാണാം. പക്ഷെ എന്നിരുന്നാലും ഈ സിനിമയിൽ ഒരു ഡൗൺ സംഭവിച്ചിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ബുക്കിങ്ങിലാണെങ്കിലും നല്ല കുറവുണ്ട്. നല്ലൊരു 2K 1 hour 12 hourലൊക്കെ 2K ബുക്കിംഗ് ഒക്കെ നടക്കുന്നുള്ളൂ. ഒത്തിരി ഭയങ്കര ഡൗണാ. അപ്പം സിനിമ അങ്ങനെ വലിയ ഡൗൺ ചെയ്യേണ്ടതായിട്ടുള്ളൊന്നും തോന്നുന്നില്ല. ഒരു തവണ നമുക്ക് കണ്ടിരിക്കാം. മ്യൂസിക്കും എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു ഇപ്പം നമ്മുടെ നബിദിനൊക്കെ ഒരു എന്നുള്ളത്. അപ്പം മൊത്തത്തിൽ അതിന്റെ സംബന്ധമായിട്ടുള്ള മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാവരും എൻഗേജ് ചെയ്യിക്കും, എന്റർടൈൻ ചെയ്യിക്കും.
എൻഗേജ് ചെയ്യിക്കുന്നതിലുപരി എന്റർടൈൻഡ് ആണ്. അത്രയും സമയം ടൈം ഡ്യൂറേഷൻ ഞങ്ങൾ നോക്കിയില്ല. പക്ഷെ നമ്മള് ഒരു ലാഗോ അങ്ങനെ ഫീൽ ചെയ്ത കഥയൊന്നും പുതിയതില്ല. ഓൾഡ് സ്റ്റോറി ഓൾഡ് ടെംപ്ലേറ്റ്. പക്ഷെ അത് സ്റ്റൈലിഷ് ആയിട്ട് എടുത്തു. ആ സ്റ്റൈലിഷ്നെസ് അവര് പഴയ ടെംപ്ലേറ്റ് പഴയ അങ്ങനെ നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലും ഇല്ല. ഇപ്പം വീട്ടിലൊക്കെ കൊണ്ടുപോയിടുമ്പോഴാണെങ്കിലും ഇപ്പം OTT-ൽ ഇറങ്ങുമ്പോൾ വീട്ടിലെല്ലാവർക്കും എന്റെ വീട്ടിലെല്ലാവർക്കും ഒരു പ്രതീക്ഷയില്ലാതെ ചുമ്മാ പോയി കാണുവാണെങ്കിൽ സൂപ്പർ ആയിട്ട് എക്സ്പീരിയൻസ്. പറഞ്ഞ പോലെ ഞങ്ങൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ടുമില്ലായിരുന്നു. ഇപ്പൊ റിവ്യൂ ഇറങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ റിവ്യൂ കണ്ടതാ, ഞാനെല്ലാം റിവ്യൂ കണ്ടു. പക്ഷെ നമുക്ക് അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് മറ്റേ വായിച്ചായിരുന്നു, അതല്ലാതെ വേറൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ റിവ്യൂ ഒക്കെ കണ്ടത്, പക്ഷെ എല്ലാ റിവ്യൂവും കാണുന്നത് അപ്പൊ അതുകൊണ്ട് റിവ്യൂ എല്ലാം കണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര എക്സ്പെക്ടേഷനോ ഒന്നും ഇല്ലായിരുന്നു. കാണുക എന്നുള്ളതല്ലാണ്ട് ഓണത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ പടം ഇവർ ഇറക്കി, അതങ്ങനെ ആയിരിക്കണം. അപ്പം IAM ഗെയിം ഇറങ്ങി, ഇതിന്റെ ഒപ്പം IAM ഗെയിം ഇറക്കായിരുന്നു. നമ്മൾ IAM ഗെയിമും പോയി കണ്ടുതരാം. അപ്പൊ അതെങ്ങനെ കണ്ടു എന്നിട്ട് അതിന്റെ അഭിപ്രായം പറയാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ സിനിമ ഇഷ്ടമായി. അപ്പൊ അതൊരു മിഡ് പടമായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇനി മറ്റേ 26-ാം തീയതി നമ്മുടെ ടോക്സിക് വരുന്നോണ്ട് ചിലപ്പോ ഇനിയും ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. ടോക്സിക് അതറിയില്ല. ടോക്സിക് ഒരു 2 ദിവസം കഴിയുമ്പോ തന്നെ അറിയാം നമുക്ക്. എന്തായാലും ഈ സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് വാല്യൂ കിട്ടും. ഐ മീൻസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ OTT സെയിൽ ആയിട്ടുണ്ടായിരിക്കും ചിലപ്പോ മേ ബി. അതുണ്ടെങ്കിൽ കാരണം ഇതിന് അതിന്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട് ഈ പടത്തിന്. സ്റ്റൈൽ പടമാണ്, ക്വാളിറ്റി ഉള്ള പടമാണ്. ചുമ്മാ ഇങ്ങനെ അവര് തട്ടിക്കൂട്ടി എടുത്തിരിക്കുന്ന ഒരു സെറ്റപ്പ് പോലെ ഒന്നും അല്ല. കഥയിന്മേൽ ഇവര് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഓവർ ദ ടോപ്പും ഭയങ്കര ബിലോ ആവറേജും ഒന്നും അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു രീതി ഈ പടം ചെയ്തു തരുന്നെങ്കിൽ പക്ക ഇതിപ്പോ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയാൽ. അതെ. അപ്പൊ ഇത് ഇമാര് അതിന് മേലെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഭയങ്കര ഒന്നുമില്ല. അതെ, നോർമൽ പടം സ്റ്റൈലായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് വൈശാഖ് നല്ല ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളി ഇനി നല്ല നല്ല കഥകളെ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ പുള്ളി അത് നല്ല രീതിക്ക് പുള്ളിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കഥ ഈ വൈശാഖിന്റെ കിട്ടിയത് കൊണ്ടാണ് ഇത്ര സെറ്റപ്പ് ആയിട്ട്. അങ്ങനെ പുള്ളിയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് നേരത്തെ ഒരു പരിപാടിയൊന്നും അല്ല ഇത്. കാരണം ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പുലിമുരുകനൊക്കെ നമുക്കറിയാലോ. വേറെ രീതിയിൽ പുള്ളി വന്ന ഇപ്പം അത്യാവശ്യം പുതിയൊരു നല്ലൊരു സ്റ്റൈൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മൊത്തത്തിൽ കളറിലായാലും ഓരോ കോസ്റ്റ്യൂമിലായിരിക്കും വർക്കിലായാലും മൊത്തത്തിൽ പടം സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ പുലിമുരുകൻ സെക്കൻഡ് ഭാഗം വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഡ്രോപ്പ് ആയി കാണും. സെക്കൻഡ് പാർട്ടിൽ ഉപരി നല്ല നല്ല കഥകള് സംവിധായകർ ഇവരൊക്കെ തന്നെ മതി. നമ്മുടെ പണ്ടത്തെ സംവിധായകരാണെങ്കിൽ അവര് വർക്ക് ചെയ്യണമല്ലോ, അവരുടെ പ്രൊഫഷണൽ ഇത്. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഭാഗം ശരിക്കും വേണ്ട. സെക്കൻഡ് പാർട്ട് നല്ലത്. സിനിമകൾ പുതിയത് നമ്മുടെ മമ്മൂക്കയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ പുതിയ സ്റ്റോറീസ് എക്സ്പ്ലോർ ചെയ്ത് പുതിയ പിള്ളേർക്ക് അവസരം കൊടുത്ത് പഴയവരെയൊന്നും വിടാണ്ട്. കാരണം പഴയവരാലോ നമുക്ക് ഈ വഴികളെല്ലാം കാണിച്ചു തന്നെ. ഒരിക്കലും പുതിയൊരാൾ മുട്ടുമുളച്ചല്ല. ഈ അവരുടെ സ്റ്റൈലും ഇതൊക്കെ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇതെടുത്തിട്ടാണ് നമ്മൾക്ക് റെഫറൻസ് ആയിട്ട് വരെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അവരുടെ ഇതോടുകൂടി നമ്മുടെ ഒരു പുതിയൊരു കഥാകൃത്തിനെ കൊണ്ടുവരിക, പഴയ സംവിധായകനെ കൊണ്ടുവരിക. അപ്പം വൈശാഖിക്കാണെങ്കിലും പുതിയ ട്രാക്കിലായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് നല്ല നായകന്മാരെ നമ്മുടെ മമ്മൂട്ടിയുടെ ഒക്കെ പ്രമേയവും 3-4 കാസ്റ്റ് എങ്ങാണ്ടുള്ളൂ, വിരലെണ്ണാവുന്ന ആൾക്കാരുള്ളൂ. അപ്പൊ അത് വെച്ച് സൂപ്പർ, അതിന് എത്ര അവാർഡ് കിട്ടി, സൂപ്പർ ആയിട്ട് അതിന്റെ. ഞാൻ തിയേറ്റർ വരെ പോയിരുന്നു കണ്ടത്. അവാർഡ് കിട്ടി പുള്ളിക്ക്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുവരാന്നുള്ളതല്ലാണ്ട് ഈ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നൊക്കെ പറഞ്ഞ് പോവാണ്ട് പുതിയ സ്റ്റോറീസ് ഉണ്ട്. നമ്മൾ കാണാൻ റെഡിയാണ്. നമ്മള് എന്തായാലും കാണാൻ റെഡി എന്നല്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു നമ്മൾ ചെയ്യുന്ന ഒരു വർക്കുണ്ടല്ലോ, ആ വർക്കിനോടൊരു നീതി പുലർത്തുക, അല്ലെങ്കിൽ അതിനോടൊരു ജെന്യുവൻ ആയിരിക്കുക എന്നുള്ളൊരു സംഭവം, ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതവിടെ ഫുൾഫിൽ ആവും നേരം. കാരണം എല്ലാവർക്കും ഇതൊരു ഇപ്പം ഞാനൊരു മോഹൻലാൽ ഫാനാണ്. അപ്പം എല്ലാം ഇതിപ്പം അവസാനത്തെ എൻഡിലേക്ക് ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്യുവർ ബിസിനസ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് ആ സ്റ്റോറിയിലും ഒക്കെ ഒരു ഇതുണ്ടെങ്കിൽ അതൊരു അങ്ങനെ ഒരു ബിസിനസ് നടന്നെങ്കിൽ അതിലൊരു ജെന്യുവിനിറ്റി ഉണ്ട്. ഇത് ഗിമ്മിക്സ് കാണിച്ചും അല്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് ഇതാക്കിയും. കാരണം മോഹൻലാലിന്റെ ഒരു പടമൊക്കെ വരുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ തിരക്ക് തന്നെ, തിയേറ്ററിൽ പാർക്കിങ്ങിലേക്ക് പോലും കയറാൻ പറ്റില്ല, അമ്മാതിരി അവസ്ഥയാണ്. അപ്പം പക്ഷെ അതിൽ സ്റ്റോറിയിൽ ഇപ്പം എനിക്ക് ഈ ദൃശ്യം 3യുടെ കാര്യം പറയുവാണെങ്കിൽ, ദൃശ്യം 3 അവസാനത്തേക്ക് വരുമ്പം എനിക്കത് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല. അത് എന്തിനാ എടുത്തതെന്നൊക്കെ ഉള്ളൊരു ഫീൽ വന്നു. ഞാൻ പിന്നെ ദൃശ്യം 4 കാണുന്നൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ, ഒരു അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് അതോളം മതി. സെക്കൻഡിൽ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. തേർഡിലേക്കൊക്കെ വന്നപ്പോ എനിക്ക് അത്ര ഒരു ചെയ്യാൻ വേണ്ടി ചെയ്തതെന്നുള്ളൊരു. പക്ഷെ എനിക്കും ജോസഫിന്റെ വേ ഓഫ് തോട്ടിൽ വെക്കുമ്പോ ആ പാടം അങ്ങനെയാണ്.
അതെ ഓക്കെ പടം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതി എത്തുന്നില്ല. ജോസഫ് അത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ചെയ്യാൻ വേണ്ടി ചെയ്ത് മീൻസ് മറ്റേതെന്ന് സെക്കൻഡിലും എനിക്കത് ഫുള്ള് ചെയ്തു. അതിലൊരു ഒരു സംഭവം കിട്ടി. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ വീണ്ടും അതിനൊരു പക്ഷെ എന്നിട്ട് ആൾക്കാർ കയറാണ്ടിരുന്നോ? ഹൗസ്ഫുൾ ആയിരുന്നു. സിനിമ 100 കോടി അടിച്ചു. പക്ഷെ അതിലും ഒരു ഇതായിട്ട് തോന്നില്ല. പിന്നെ അവർ അതിന്റെ ഫോർ എടുക്കാൻ പോവാന്നൊക്കെ പിന്നെ എന്തിനാ വേണ്ടിയിട്ടാണ് അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നിലവില് ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ നിലവിൽ പറഞ്ഞ അനൗൺസ് ചെയ്തിട്ടുണ്ട് ജിത്തു ജോസഫിന്റെ കൂടെ. പക്ഷെ അത് ദൃശ്യം 4 ആണോ? ജിത്തു ജോസഫും ഇവനെ വെച്ച ഒരു സിനിമ ഉണ്ട്. അല്ല ഇതിപ്പോ ഇന്നലെ മിനിങ്ങാന്നോ ലാലേട്ടന്റെ ലൈനപ്സ് പുള്ളി തന്നെ ഷെയർ ചെയ്തു. അല്ല ശരിക്കും പറഞ്ഞ ഒരു സിനിമയുണ്ട് ഇവരുണ്ട്. പക്ഷെ അതിന്റെ ഷൂട്ടിങ്ങിന്റെ എന്തോ പ്രശ്നമായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാ. അത് റാമാണോ? റാമല്ല. പിന്നെ റാമല്ലാതെ വേറെ ഏതൊരു സിനിമ ഷൂട്ടിങ് നിലവിൽ ഏകദേശം ഇതായത് കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. 2 പാർട്ടാ സിനിമ. റാമയ്ക്ക് ഇറക്കി വിടുന്നേ. കാരണം അത് എന്തൊക്കെയോ ഫൈനാൻഷ്യൽ പ്രശ്നമാണ് നിലവിലെ ഷൂട്ടിങ്. ഫസ്റ്റ് പാർട്ടിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ 2 പാർട്ടാ സിനിമ. അപ്പൊ അതിന്റെ എന്തോ കുറച്ചും കൂടെ ഷൂട്ടിംഗ് കൂടെ ഉണ്ടെന്നാണ്. എന്താ കാലാവസ്ഥയുടെ പ്രശ്നമോ എന്തോ പറഞ്ഞു. ഫൈനാൻഷ്യലി ആ സിനിമ ഒന്ന് പെട്ട് കിടക്കുന്നത് അത് പുള്ളി തന്നെ പറഞ്ഞായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇന്നലെ വേറെ ഏതൊരു സിനിമയും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജിത്തു ജോസഫ് ഇവനും തമ്മിൽ എന്തോ വേറെ ഒരു സിനിമയും കൂടെ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതിന്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതാണോ അല്ലെന്ന് അറിയില്ല. കാരണം പുള്ളിയുടെ ഇത് അതിനകത്തുണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ സെക്കൻഡ് പാർട്ടിലേക്ക് മനോരമ അവാർഡ്സിലും കണ്ട് ഇന്നലെ അപ്പൊ എന്തോ അനൗൺസ് ചെയ്തു പറഞ്ഞേ. ഇത് മഴൽ മനോരമയിലല്ല. മഴൽ മനോരമ അവാർഡ് കുറച്ചു ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പുള്ളി ഇന്നലെ മിനിങ്ങാന്ന് ഫേസ്ബുക്കില് പുള്ളിയുടെ ലൈനപ്സ് പുള്ളി പറഞ്ഞു. പുള്ളി തന്നെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഇവിടെ നമ്മുടെ ഇൻസ്റ്റയിൽ പബ്ലിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ജിത്തു ജോസഫ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പുള്ളി ഇട്ടിട്ടുണ്ട്. അതൊരിക്കലും റാമല്ല. കാരണം റാം ഓൾറെഡി എടുത്തു വെച്ച് സെറ്റിലായി ഫസ്റ്റ് പാർട്ട് ഫുള്ള് 2 പാർട്ടാക്കിയ സിനിമ. അതിലെ സെക്കൻഡ് പാർട്ടിന് ഒരു ഫൈനാൻഷ്യൽ ഈ പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് വന്നിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ പ്രശ്നം കാരണമാണ്. അതുകൊണ്ടാണ് പുള്ളി എപ്പോഴും റാമിന്റെ കാര്യം ചോദിക്കുമ്പം ആന്റണി പെരുമ്പാവൂരിനോട് പറ എടുക്കാൻ എന്ന് പറഞ്ഞത്. കാരണം അതിന്റെ കാരണം അതൊരു ഫിനാൻഷ്യലി ഒരു പ്രശ്നം കിടക്കും. ഇപ്പൊ നമ്മുടെ ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നമ്മുടെ വിക്രം അഭിനയിച്ച വിനായകൻ വില്ലനായിട്ടുള്ള ഒരു സിനിമ ഗൗതം വാസുദേവ് മേനോന്റെ സിനിമയുണ്ട്. ഇതേപോലെ പ്രശ്നം കിടക്കുക. ആ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളി ഭയങ്കരമായിട്ട് അഭിനയിച്ചു. പുള്ളി കേരളത്തിൽ വന്നിട്ട് മമ്മൂട്ടിയുടെ സിനിമ സംവിധാനം ചെയ്തു, അഭിനയിച്ചു. എന്നിട്ട് ആ ഫണ്ടൊക്കെ എടുത്ത് പുള്ളിക്ക് ഈ സിനിമ എങ്ങനെയായിരുന്നു പുറത്തിറക്കണം എന്നുള്ള രീതിയിൽ പോയിട്ട്. പക്ഷെ നിലവിൽ ഇത് ഇപ്പോഴും അത് കോടതിയിൽ കേസായി. മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് സിനിമയ്ക്ക് ഇറങ്ങാനുള്ള അവകാശം കൊടുത്തു. പക്ഷെ ഇത് എന്താണെന്ന് അറിയത്തില്ല. ധ്രുവ നക്ഷത്രം എന്ന സിനിമയുടെ പേര്. പക്ഷെ അത് ഇപ്പൊ ഇനി ഇറക്കിയാൽ അത് വർക്കാവോന്നും അറിയില്ല. അതുപോലെ കിടക്കുന്ന ഈ പറഞ്ഞ റാം എന്ന് പറഞ്ഞ സിനിമ ചിലപ്പോ എന്തെങ്കിലും സെറ്റ് ആവുമായിരിക്കും. നമുക്ക് അതിനെ പറ്റി വേറെ സെഷനിലേക്ക് വേണമെങ്കിൽ ജിത്തു ജോസഫിന്റെ പാഠമായതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം. നമ്മള് ഖലീഫയെ കുറിച്ച് പറഞ്ഞു 2 നിങ്ങൾ നോക്കി കണ്ടൊക്കെ ചെയ്യാം. നമ്മള് വെറുതെ ചെയ്യുന്നതിലുപരി നല്ല രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. പുതിയ സംഭവങ്ങളിലേക്ക് പോവുക. നമ്മളെന്തായാലും വന്ന് കാണും. റിവ്യൂ നോക്കിയിട്ടല്ല നമ്മൾ നോക്കുന്നത്. ഞാൻ കണ്ട എന്റെ ഒപ്പീനിയനാണ് പറയുന്നത്. അവൻ കണ്ട ഒപ്പീനിയനാണ് പറയുന്നത്. നമ്മൾ മറ്റൊരാളെ കണ്ട് ഇൻസ്പയർ ആയി പോകുന്നതൊന്നുമല്ല. അതുപോലെ ചെയ്യുക. അപ്പം ഓണമാണ്. അപ്പൊ നമ്മള് BKU കാണണം. അത് കഴിഞ്ഞിട്ട് ഇതും കാണാം. അത് നമ്മൾ പറയാനുള്ളത്. നമുക്ക് ഇപ്പൊ നമ്മള് എന്റർടൈൻ ആവുന്നുണ്ടെങ്കിൽ അത് കാണുക. ടോക്സിക് വരുന്നുണ്ടെങ്കിൽ അതും കാണുക. ഇപ്പം നമ്മുടെ IM ഗെയിമിന്റെ ഡേറ്റ് വന്നു. സെപ്റ്റംബർ 2-ാം തീയതി. സെപ്റ്റംബർ 2 ആണോ 3 ആണോ ഇന്നലെ വന്നായിരുന്നു. ഡേറ്റ് വന്നിട്ടുണ്ട്. ഫൈനൽ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതും കാണുക. എല്ലാം കാണുക. നമ്മൾ എന്റർടൈൻ ആവുന്നുണ്ടെങ്കിൽ എല്ലാം കാണുക. കാരണം നമ്മുടെ ഈ ജോലിയുടെയും നമ്മുടെ ഈ പഠനത്തിന്റെ ഫാമിലിയുടെ ഇതിന്റെ ഇടയിലുള്ള 2-3 മണിക്കൂറേ ഉള്ളൂ. 180 അല്ലെങ്കിൽ 200 മാക്സിമം പോയ 500. കുറച്ച് ഫുഡ് കഴിക്കണം, പെട്രോൾ അടിക്കണം. ആ ഒരു സമയത്തെ സംഭവം ഉള്ളൂ. അപ്പൊ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, സന്തോഷിക്കുക. ഓണം സീസൺ ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.